ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ തേയിലയുടെ ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ, നമുക്കറിയാം കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മെസ്സേജ് കാര്യങ്ങളിലൂടെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ബിസിനസ് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തു ആരംഭിച്ചു, അതിന്റെ ഓരോരോ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഈ എന്നോട് ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത്. പല മെസ്സേജുകളും ചിലപ്പോൾ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അതിന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആദ്യം തന്നെ ഞാനൊരു സോറി ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ ഒത്തിരി മെസ്സേജുകൾ നമുക്ക് വാട്സാപ്പിൽ ഈ പറഞ്ഞതുപോലെ അല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് മെസ്സേജസ് നമുക്ക് വാട്സാപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുടക്കക്കാർ ഇപ്പൊ ഈ തേയില എടുക്കുമ്പോഴത്തേക്കും പല പല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തേയിലകളാണ് ഈ പറഞ്ഞ പോലെ തുടക്കക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ഏരിയയിൽ ചില ഗ്രേഡ്, ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് വാട്സാപ്പിൽ ഒരു ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്മായിൽ എന്ന് പറഞ്ഞ ഇക്ക. അപ്പൊ ആ ഇക്ക എന്ന് പറഞ്ഞാൽ അത് കാസർഗോഡുള്ള ആ ഇക്കയാണ്. അപ്പൊ ഇക്ക പറഞ്ഞത് വെച്ചാൽ ആ ഇക്കക്ക് ഈ അവിടെ കിട്ടുന്ന തേയില എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന തേയില അല്ല പുള്ളിക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ അവിടെ കൂടുതലും പൊടിത്തയില SRD ഗ്രേഡിലുള്ള പൊടിത്തയിലാണ് അവിടെ കൂടുതൽ ലഭിക്കുന്നതെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ RD ഗ്രേഡ്, അതായത് ആയിക്കാക്ക് ഈ പറഞ്ഞതുപോലെ ചായ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് RD ഗ്രേഡിലുള്ള തേയിലയാണ് ആയിക്ക ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത് അവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഏതാണ് അവിടെയുള്ള ബ്രാൻഡ്, ഏതൊക്കെ ബ്രാൻഡ് തേയിലയാണ് അവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ബ്രാൻഡ് തേയില ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതുപോലെ പല പല വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. പലർക്കും അവര് ചിലപ്പോൾ അവർക്ക് SFD ആയിരിക്കും വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ SRD ഗ്രേഡിലുള്ള തേയില ആയിരിക്കും വേണ്ടി വരുന്നത്. പക്ഷെ ആ ഒരു ഗ്രേഡിലുള്ള തേയില ചിലപ്പോൾ അവരുടെ ഹോൾസെയിൽ കടകളിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ വീഡിയോസിൽ ഞാനിങ്ങനെ വ്യത്യസ്ത ബ്രാൻഡുകളായിട്ടുള്ള തേയില ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ ജില്ല ഏതാണോ അവിടെ ഒരു ഹോൾസെയിൽ കടയിൽ ഈ പറഞ്ഞ ബ്രാൻഡ് ആയിട്ടുള്ള ഈ തേയിലകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് അത് മേടിക്കാവുന്നതാണ്. നിങ്ങളത് അയ്യോ ഈ തേയില എടുത്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആയിരിക്കുമോ, കൊള്ളില്ലാത്ത തേയില ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ കച്ചവടത്തിന് ബാധിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷനും ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് അത് വരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം കമ്പനി നമുക്ക് കൊണ്ടുവന്ന് തന്ന ഒരു സാമ്പിൾ പാക്കറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് വുഡ് എന്ന് പറഞ്ഞതിന്റെ സാമ്പിൾ പാക്കറ്റ്. അപ്പൊ ഇത് അവര് കൊണ്ടുവന്ന് തന്നപ്പോഴത്തേക്ക് 3 ഗ്രേഡാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നത്. ഈ റോക്ക് ഡൗണിന്റെ ഈ SFD ഗ്രേഡിലുള്ള തേയിലയാണ്. ഇതിപ്പോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് SFD ഗ്രേഡിലുള്ള തേയിലയാണ്. അതോടൊപ്പം തന്നെ റോക്ക് ഡൗണിന്റെ SRD ഗ്രേഡിലുള്ള സാമ്പിളാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ തന്നെ ഇവര് നമുക്കൊരു RD ഗ്രേഡിലുള്ള ഒരു സാമ്പിളും കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ RD ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിന്നിപ്പോ അത് ചായക്കടക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇത് തേയില എത്രത്തോളം ഇത് എടുക്കാൻ ചായക്കടക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ സാമ്പിൾ നമ്മൾ ഇന്ന് ചായ ഇട്ട് നോക്കിയപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായ തന്നെയാണ്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ ഈ ഒരു ഐറ്റം ഞങ്ങൾ എടുത്തിട്ടില്ല, ഈ ഒരു ബ്രാൻഡിലുള്ള തേയില ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇവരുടെ ഈ സാമ്പിൾ തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 3 സാമ്പിളാണ് അവർക്ക് നമുക്ക് ഇന്ന് കൊണ്ടുവന്ന് തന്നത്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ ഇതിന്റെ ബാക്കിയുള്ള ഈ 2 സാമ്പിൾ പാക്കറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. 3 സാമ്പിളിൽ RD സാമ്പിളാണ് നമ്മൾ ഇന്ന് ചായ ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കുന്നത്. ബാക്കിയുള്ള 2 ഗ്രേഡുകളാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ഇത് നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റോക്ക് വുഡിന്റെ ഈ തേയില നിങ്ങൾക്ക് ഹോൾസെയിൽ കടകളിൽ നിന്ന് ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് എടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ ഇതിന് നല്ല ക്വാളിറ്റിയുള്ള ചായ തന്നെയാണ്. ഇത് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചായ ഇട്ട് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ചായ തന്നെയാണ്. അത്യാവശ്യം ചായക്കടക്കാർക്കായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കടകളിൽ സപ്ലൈ, ഈ പലചരക്ക് കടകളിലൊക്കെ ഈ ഹോൾസെയിലായിട്ട് നിങ്ങൾ ഈ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പറയത്തില്ല. നിങ്ങളുടെ കച്ചവടത്തിന് പിന്നെ കച്ചവടത്തിന് നിങ്ങൾക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരത്തില്ല. നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില തന്നെയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ അവര് നമുക്ക് ആ സാമ്പിൾ തന്നപ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ഒരു തേയില, അതായത് നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടില്ലാത്ത ഒരു തേയില തന്നെയാണ്. പക്ഷെ അതിന്റെ സാമ്പിൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് SRD വേണ്ട, SFD തേയിലയും RD ഗ്രേഡിലുള്ള തേയിലയും മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്നത് അവരുടെ സാമ്പിളിന്റെ SFD ഗ്രേഡിലുള്ള ഇതാണ്. അക്കാമലൈ എന്ന് പറഞ്ഞ SFD ഗ്രേഡാണ് ഇപ്പൊ ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നത്. ഇതിപ്പോ SFD ഗ്രേഡിലുള്ള തേയിലയാണ്. ഇതിന്റെ RD നമ്മൾ ഈ ഗ്രേഡ് നമ്മൾ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ക്വാളിറ്റി നോക്കി എങ്ങനെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്.
നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ ഒരു 2 സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കി. അപ്പൊ ഇതിന് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ അക്കാമല എന്ന് പറഞ്ഞ തേയിലേക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കണം വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ജില്ലയിൽ നമുക്ക് ഈ ഒരു ഐറ്റം ചിലപ്പോൾ കിട്ടി എന്ന് വരത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ അത് കാണത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള വേറെ ഏത് തേയിലയാണ് നിങ്ങളുടെ നാട്ടിലുള്ളതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ വീഡിയോയിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കാണിക്കുന്നത്. കാരണം വെച്ചാൽ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്രാൻഡിലുള്ള തേയില നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഹോൾസെയിൽ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് എത്ര കിലോ ആണോ ആവശ്യം അത്രയും കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം. ഒരുപാട് പേര് നമ്മൾ ഈ പറഞ്ഞതുപോലെ മുമ്പ് നമ്മളെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീഡിയോസ് പലരും കാണുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം ലഭിച്ചതിനേക്കാളും കുറച്ചൊക്കെ വ്യൂസ് കൂടുതൽ കാര്യങ്ങളൊക്കെ ലഭിക്കും. നമുക്കറിയാം പലരും കാണുന്നുണ്ട്, പക്ഷെ പലരും ഈ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കതൊരു സങ്കടമുള്ള കാര്യമാണ്. നമ്മൾ ഇത്രത്തോളം നമ്മുടെ അറിവിന്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിശദീകരിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിന് ലൈക്ക് ചെയ്യാതെ പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു സങ്കടമാണ് നമുക്കുള്ളത്. എന്തായാലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.